പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിന് മുമ്പ് വരെ CPM-ൻ്റെ ഒരു പാർട്ടി മെമ്പർ സ്ഥാനം എന്നാൽ അത് വളരെ പവിത്രമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പാർട്ടി മെമ്പറാണ് എന്ന് പറഞ്ഞാൽ അയാൾ മാനമര്യാദയ്ക്കും ജീവിക്കുന്ന ആളായിരിക്കും. അയാൾ സമൂഹത്തിൽ അനീതികൾക്കെതിരെ ശക്തിയുക്തം പോരാടുന്ന ആളായിരിക്കും. അയാളെല്ലാ നന്മകളുടെയും മൂർത്തിമത് ഭാവമായിരിക്കും. അതുപോലുള്ള ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഒരു പാർട്ടി മെമ്പർ ആയിരുന്നെങ്കിൽ അയാൾക്കുണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പാർട്ടി മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നതിനുള്ള ഒരു സമ്മതപത്രമാണ് ഇന്നത്തെ പാർട്ടി മെമ്പർ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൊരു പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അഴിമതി നടത്താം. ഇന്നൊരു പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യാം. ഇന്നൊരു പാർട്ടി മെമ്പറാണെങ്കിൽ അയാൾക്കൊരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പോലീസുകാരെ പുലഭ്യം പറയാം. ഇന്നൊരു പാർട്ടി മെമ്പറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതിയെ വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടുപോകാം. ഇന്ന് ഒരു പാർട്ടി മെമ്പറാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്താം, സ്ത്രീ പീഡനം വരെയും നടത്താം, അൺസ്കേത്തഡായി രക്ഷപ്പെടാം. അതാണ് ഇന്നത്തെ പാർട്ടി മെമ്പർ സ്ഥാനത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പാർട്ടി മെമ്പർ സ്ഥാനം ഇതിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഒരു ഉദാഹരണം കാര്യകാരണ സഹിതം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ആലപ്പുഴ ജില്ലയിലെ കാവാലത്തുള്ളൊരു പാർട്ടി മെമ്പറായിട്ടുള്ള അനന്തു, അയാൾ അവിടുത്തെ കാവാലം ലോക്കൽ കമ്മിറ്റി മെമ്പറും DYFIയുടെ എന്തോ മേഖല പ്രസിഡൻറ്റോ ഇതൊക്കെയാണ് അയാൾ. ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവാണ് അയാൾ. ആതിര തിലക് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് ആത്മഹത്യയായി എഴുതിത്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ അത് ആത്മഹത്യ അല്ല, അത് കൊലപാതകമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ജനുവരി 5-നാണ് ഈ സംഭവം നടന്നത്. ആ ജനുവരി 5-ന് സംഭവം നടന്നിട്ടും അയാൾ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല സുഹൃത്തുക്കളെ. എന്നു മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പോലും സെഷൻസ് കോടതി തള്ളി. എന്നിട്ടും അയാളെ പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി മെമ്പർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തും കാണിക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം, അയാൾ ആതിര തിലക് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ്, കൊന്നു എന്നാണ് ഞാൻ വാദിക്കാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കാവാലത്ത് ഈ കൊലപാതകം നടന്ന, ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല, കൊലപാതകം നടന്ന വീട് ഞാൻ സന്ദർശിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘമായി സംഭാഷണം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുമായി അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് വേണമെങ്കിൽ ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയാവുന്ന കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാവാലം പഞ്ചായത്ത് ആണ്. ഞാനിപ്പോൾ ഇരുന്ന വീട്ടിലെ മുഴുവൻ അംഗങ്ങളും പതിറ്റാണ്ടുകളായി CPM-ൻ്റെ അംഗങ്ങളാണ്. ഒരു 7-8 പേരെ ഞാനവിടെ കണ്ടു. അവരെല്ലാവരും പതിറ്റാണ്ടുകളായി CPM-ൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ ഇന്ന് CPM-നോടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, ആ വീടിൻ്റെ ഗൃഹനാഥനായിട്ടുള്ള തിലകൻ, ആ തിലകൻ്റെയും ഭാര്യ ബേബിയുടെയും രണ്ടാമത്തെ മകൾ ആതിര, അവർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പഠനത്തിൽ മുന്നിലായിരുന്നു. രാഷ്ട്രീയ രംഗത്തും അവർ സജീവമായിരുന്നു. അവർ DYFIയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ SFIയുടെ ജില്ലാ കമ്മിറ്റി, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആതിര. ആതിര എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് ഈ തിലകൻ്റെ മകൾ, ആ പെൺകുട്ടി കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, FIR ഉൾപ്പെടെയുള്ള രേഖകളിൽ ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തൂങ്ങി മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മരണപ്പെട്ടു എന്ന് പറയുന്നത്. ഇനി തിലകൻ ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. തിലകൻ പതിറ്റാണ്ടുകളായി CPM-ൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു.
2 or 3 തവണ കാവാലം ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. 2015, 2020 കാലഘട്ടത്തിൽ തിലകൻ കാവാലം പഞ്ചായത്തിലെ CPMൻ്റെ മെമ്പറായിരുന്നു. ഇനി എന്താണ് തിലകൻ്റെ ജീവിതം? തിലകൻ്റെ അതിജീവനം എന്താണ്? തിലകനും ഭാര്യ ബേബിയും കൂടി രാവിലെ 1 മണി 1:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും, ഓട്ടോറിക്ഷയിൽ പോകും, 2 പേര് കൂടി. എന്നിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ പോയി മത്സ്യമെടുത്ത് ഈ കോഴഞ്ചേരി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് റോഡ് സൈഡിലിരുന്ന് മത്സ്യം വിൽക്കും, ഭാര്യയും ഭർത്താവും കൂടി, കുടുംബം പുലർത്താൻ വേണ്ടി. എന്നിട്ട് രാത്രി 8 മണി 8:30 മണിയൊക്കെ ആകുമ്പോഴാണ് ആ ദമ്പതികൾ തിരിച്ചു വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 1-1.25 മണിക്ക് എഴുന്നേറ്റ് പോവുകയാണ്. നമ്മളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് തിലകനും ബേബിയും കൂടെ പോവുകയാണ് മത്സ്യം കച്ചവടം നടത്താൻ. എന്നിട്ട് അവർ തിരിച്ചു വരികയാണ്. ആ പണം കൊണ്ട് അവർ ഈ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പഠിപ്പിച്ചു. അവരെ നന്നായി പഠിച്ച് അവർ ഒരു ലോ കോളേജിൽ LLBക്ക് ചേർന്നു. ആ LLBക്ക് ചേർന്ന ആതിര മുഴുവൻ സെമസ്റ്ററും പാസ്സായി എന്നുള്ള വിവരം തിലകന് കിട്ടുമ്പോൾ ആതിര ഈ ലോകത്തില്ല. ആതിര ഈ ലോകത്തുനിന്ന് പോയി. കഴിഞ്ഞ 17-ാം തീയതി ആതിരയുടെ എൻറോൾമെൻ്റ് ആയിരുന്നു. ആ എൻറോൾമെൻറ്റിൽ ആതിര ഒരു അഭിഭാഷകയായി മാറേണ്ടതായിരുന്നു. എന്നാൽ തിലകൻ ബേബി ദമ്പതികളുടെ ജീവിതത്തിൽ ഇന്ന് ആതിരയില്ല. എങ്ങനെ ആതിര ഇല്ലാതായി പോയത്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ കാവാലം വരെ ഞാൻ വന്നത്. എന്താ സംഭവിച്ചത്? ഈ ആതിര അനന്തു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുമായി ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. അതവരുടെ സ്വാതന്ത്ര്യം, അതിൽ ആരും തെറ്റുമില്ല. ആരായിരുന്നു അനന്തു? അതാണ് പ്രധാനം. അനന്തു ഇവിടുത്തെ CPMൻ്റെ കാവാലം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. DYFIയുടെ മണ്ഡലം സെക്രട്ടറി, മേഖലാ സെക്രട്ടറിയാണ്. പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. പാർട്ടിയുടെ ഈ പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ അനന്തു. ഗുണ്ടയാണ് എന്നും കേൾക്കുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പാർട്ടി നേതാവ് ഗുണ്ടയാവാം, ഗുണ്ടയ്ക്ക് പാർട്ടി നേതാവാകാം, അതൊക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അനന്തവും ഈ ആതിരയുമായി ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. സ്വാഭാവികമായും തിലകൻ ഒരല്പം ബുദ്ധിമുട്ടോടുകൂടിയാണെങ്കിലും ആ വിവാഹം അനുവദിച്ചു, ആ വിവാഹം സമ്മതിച്ചു. കാരണം തിലകൻ അന്വേഷിച്ചപ്പോൾ ഈ അനന്തുവിൻ്റെ കുടുംബത്തെക്കുറിച്ചിട്ടുള്ള നല്ല വാർത്തകളല്ല തിലകന് കിട്ടിയത്. എന്നാലും മകളുടെ താല്പര്യമാണല്ലോ എന്ന് വിചാരിച്ച് തിലകൻ ആ വിവാഹത്തിന് മനസ്സില്ലാ മനസ്സോടുകൂടി അംഗീകരിച്ചു. പലപ്പോഴും അനന്തു ഇവിടെ വരുമായിരുന്നു. വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് മകളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിനൊന്നും തിലകൻ എതിർക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? കുട്ടി കാര്യവിവരമുള്ള കുട്ടിയാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന അനന്തു ഭരണ പാർട്ടിയുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. പിന്നെ ഇതിന് തടയണം. അതുകൊണ്ട് തിലകൻ ഇതിനൊന്നും തടഞ്ഞില്ല. അങ്ങനെ ജനുവരി 5-ാം തീയതി പതിവ് പോലെ തിലകനും ഭാര്യ ബേബിയും രാവിലെ 1:15 നമ്മളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് മത്സ്യക്കച്ചവടത്തിനായിട്ട് പോയി മത്സ്യക്കച്ചവടം നടത്തി വൈകിട്ടായി. എല്ലാ ദിവസവും മകളെ വിളിക്കും. അതുപോലെ തിലകൻ മകളെ വിളിച്ചു. മകളെ ഫോൺ എടുക്കുന്നില്ല. അനന്തു എന്ന് പറഞ്ഞ പയ്യനെ വിളിച്ചു, അവനും ഫോൺ എടുക്കുന്നില്ല. മാറി വിളിച്ചു, അവരാരും എടുക്കുന്നില്ല. പയ്യൻ്റെ അമ്മയെ വിളിച്ചു, അവരും എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവരിവിടെ വന്നു, അവർ ഈ വീട്ടിൽ വന്നിട്ട് അവിടെയൊക്കെ നോക്കി, അവരെ കണ്ടില്ല. മുകളിലേക്ക് നടന്നുപോയ തിലകൻ്റെ ഭാര്യ ബേബി എന്താ കണ്ടെന്നറിയാമോ? അവിടെ ഒരു ജനാലക്കമ്പിയിൽ കെട്ടിത്തൂങ്ങിക്കിടക്കുന്നു തിലകൻ്റെ മകൾ ആതിര, 26 വയസ്സുകാരി. ഓർക്കണം നമ്മൾ. എനിക്കും ദുഃഖമുണ്ടാവും, കാരണം എനിക്കുണ്ട് മകൻ. അതുകൊണ്ട് അലറിക്കരയുകയാണ് ബേബി. പോലീസ് വരുന്നു. പോലീസിനോടൊപ്പം പാർട്ടി നേതാക്കന്മാർ വരുന്നുണ്ട്. ഇവിടെ ഏതോ ഒരുത്തം വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ്. അവൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെന്തോ പാർട്ടിയുടെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവ്. അവനിവിടെ വന്ന് വിട്ടിട്ട് അവൻ്റെ വഴിക്ക് പോയി. രാത്രി വേറെ ഏതോ ഒരു നേതാവ് ഒരുത്തം വന്നു എന്നാണ് പറയുന്നത്. അവനും പോയി അവൻ്റെ വഴിക്ക്. ആർക്കും അന്വേഷിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ? ഇതിനകത്തെ പ്രതി പാർട്ടിയുടെ ഇവിടുത്തെ നേതാവോ ഗുണ്ടയോ ഒക്കെയാണ്. അങ്ങനെ ഒരു താല്പര്യവും പാർട്ടിക്കാരൻ കാണിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് എങ്ങനെ മനസ്സിലായി ഇത് ആത്മഹത്യയാണെന്ന്? ജനൽ കെട്ടി തൂങ്ങിക്കിടന്നു എന്നുള്ളതുകൊണ്ട് ആത്മഹത്യയാവുമോ പോലീസ് ഉദ്യോഗസ്ഥ? ഏതവനായാലും കൊള്ളാം, അവൻ SI ആയാലും CI ആയാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ. ഒരു ജനലിൽ ഒരു പെൺകുട്ടി കെട്ടി തൂങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നീയൊക്കെ ആത്മഹത്യ എഴുതി വെക്കുമോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കണക്ക് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരും അന്വേഷിക്കുന്നില്ല. 24-ാം തീയതി
തിലകൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ നാസറിന് കത്ത് കൊടുത്തു. എൻ്റെ മകളുടെ മരണത്തിനിടയാക്കിയ ആളെ കണ്ടുപിടിക്കണം. ഞാൻ പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ പ്രവർത്തകനാണ്. എൻ്റെ മകൾ പാർട്ടി മെമ്പറായിരുന്നു, ഞാനും പാർട്ടി മെമ്പറായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഒരു അനങ്ങില്ല എന്നുള്ളത് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ ചില ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊന്നാൽ പോലും 2 ആഴ്ച ചർച്ച ചെയ്ത് കഴിയുമ്പോൾ മറന്നു പോകുന്നു. അതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ. എന്ത് ഗുണ്ടായുസവും ഞാൻ പറയുന്നില്ല, എന്ത് വൃത്തികേടും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും ഇവിടെ നടത്താം. ഇവിടെ ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല. അങ്ങനെ 24-ാം തീയതി തിലകൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തിലകൻ്റെ ഭാര്യ ബേബി എന്നോട് പറഞ്ഞത് തിലകൻ എന്നോട് പറഞ്ഞത് അത് ചോദിച്ചപ്പോൾ പോലീസ് ചോദിച്ചപ്പോൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇവിടെ വേറെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന് പ്രകടനം നടത്താനൊക്കെ വന്നപ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയാണ് ഇവിടുത്തെ പാർട്ടി, CPM എന്ന് പറഞ്ഞ പാർട്ടി. കാരണം എന്ത് തോന്നിയാസവും കാണിക്കാൻ സർട്ടിഫിക്കറ്റുള്ള പാർട്ടിയല്ലേ CPM എന്ന് പറയുന്നത്. എന്ത് വൃത്തികേടും കാണിക്കാം, അഴിമതി കാണിക്കാം, സ്ത്രീകളെ പീഡിപ്പിക്കാം, ഭൂമി കയ്യേറാം, എന്ത് അതിക്രമവും കാണിക്കാം, ഒന്നും ചെയ്യണ്ട. അതിനുള്ള ചീട്ടാണല്ലോ CPM-ൻ്റെ മെമ്പർഷിപ്പ്. അങ്ങനെ തിലകനെ സംബന്ധിച്ചിടത്തോളം തിലകൻ്റെ മകൾ പോയി. നാളെ 1 മാസമാവുകയാണ് തിലകൻ്റെ മകള് തിലകനെ വിട്ടുപോയിട്ട്. ആ പെൺകുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഇന്നൊരു അഭിഭാഷകയായിരുന്നു. തിലകൻ അനുഭവിക്കുന്ന ദുഃഖം ഞാനും അനുഭവിക്കുന്നു. എനിക്കുണ്ട് മകൻ, തിലകൻ്റെ മകളെപ്പോലെ ആ ദുഃഖം ഞാനും അനുഭവിക്കുകയാണ്. ഞാൻ പോലീസുകാരനെ ഇവിടെ വിളിച്ചു ചോദിച്ചു, ഏതോ SIO ഏതോ ഒരു SIO CO അവനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെയൊക്കെ അന്വേഷണം എന്തായിരിക്കും എന്ന് ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഇവിടുത്തെ DGP എന്ന് പറയുന്നവൻ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ മുമ്പിൽ മൂട്ടയിൽ എഴയുമ്പം ഇവിടുത്തെ SIക്കും CIക്കും ഒക്കെ CPM-കാരനൊന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവനല്ലേ ഇവിടുത്തെ CIയും ഇവിടുത്തെ SIയും ഒക്കെ. അതുകൊണ്ട് ഒരു അഭിഭാഷകൻ എന്നുള്ളതിലും പൊതുപ്രവർത്തകൻ എന്നുള്ളതിലും ഞാൻ ഇവിടുത്തെ CIയോടും SIയോടും ഒക്കെ പറഞ്ഞേക്കാം, ഇതൊരു വാക്കിന് തീരാൻ പോകുന്ന വിഷയമല്ല. തിലകൻ്റെ മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ മുന്നിട്ട് ഇറങ്ങിക്കോണം ഇവിടുത്തെ SIയും CIയും ഒക്കെ. അതല്ല എങ്കിൽ അവസാനം വരെയുള്ള സമരം, അവസാനം വരെയുള്ള പോരാട്ടം, നിയമപരമായിട്ടുള്ള പോരാട്ടം നടക്കും. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കരുത്. ഈ ആതിരയുടെ അച്ഛൻ തയ്യാറാണെങ്കിൽ ആ നിയമ പോരാട്ടത്തിന് അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്കൊരു വേദിയുണ്ട്, സേവ് കേരള ഫോറം എന്ന് പറഞ്ഞൊരു വേദിയുണ്ട്. ഞങ്ങൾ തിലകൻ്റെ കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ തന്നെ തിലകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പോലീസുകാരന്മാർ ഇതുപോലത്തെ വൃത്തികെട്ട സമീപനമാണ് എടുക്കുന്നതെങ്കിൽ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ തിലകനോടൊപ്പം വന്ന് കുത്തിയിരിക്കാനും എനിക്കൊരു മടിയില്ല എന്നുള്ളത് ഞാൻ തിലകനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരോട് ഞാൻ ചോദിക്കുന്നു, ഇത് ആത്മഹത്യയാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ആത്മഹത്യയാണെന്ന്? ഒരു ജനലയിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിക്കുന്നത്? പോലീസുകാരാ, നീയൊക്കെ ചിരക്കാനാണോ അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നത്? CPM-ൻ്റെ നേതാക്കന്മാർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളാനുമാണോ നിന്നെയൊക്കെ അവിടെ ശമ്പളം തന്നു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഈ കേസ് അന്വേഷിച്ച് ആത്മാർത്ഥമായി അന്വേഷിച്ച് ഇവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ അനന്തു എന്ന് പറഞ്ഞവനെ എവിടാണെന്ന് നിങ്ങൾക്കറിയാൻ മേലഞ്ഞിട്ടാണോ പോലീസുകാരാ? ഈ അനന്തു എന്ന് പറഞ്ഞവൻ ഇവിടുത്തെ CPM നേതാക്കളുടെ ചിറകിനടിയിലല്ലേ? അതിനെന്താ സംശയം എന്താ നിങ്ങൾക്ക്? എന്നിട്ട് പറയുകയാണ്, ഏതോ ഒരു SI എന്നോട് പറയുകയാണ്, ഞങ്ങൾ വളരെ സജീവമായി അന്വേഷിക്കുന്നുണ്ട് സാർ. കീറക്കടനാസിൻ്റെ വിലയില്ല പോലീസുകാരാ നിൻ്റെ ഒന്നും വാക്കിന്. 2 ദിവസം മുമ്പ് മുൻകൂർ ജാമ്യം നിഷേധിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ ആ പ്രതിയെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നല്ലേ നിയമം പറയുന്നത്? ഏത് മാളത്തിലാണ് ഇവിടുത്തെ ഈ SIയും CIയും പോലുള്ളവനൊക്കെ പോയി ഒളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഇവന്മാരോട് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് തിലകനെ സഹായിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, തിലകനോടൊപ്പം അങ്ങോട്ട് നിൽക്കാൻ പോവുകയാണ്. തിലകൻ തയ്യാറായാൽ തിലകൻ എന്ത് സമരപ്രവർത്തനം, പ്രതിഷേധ പ്രവർത്തനത്തിന് തയ്യാറാവുന്നു അതിനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ KM ഷാജഹാൻ എന്ന് പറഞ്ഞ് ഞാനുണ്ടാവും. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം സേവ് കേരള ഫോറവും ഉണ്ടാവും. തിലകൻ്റെ മകൾ ആതിര എന്ന് പറയുന്ന ഇന്ന് ജീവനോടെ ഇരുന്നിരുന്നുവെങ്കിൽ അഭിഭാഷകയാകുമായിരുന്ന ആ പെൺകുട്ടിയുടെ മരണകാരണം കണ്ടുപിടിക്കാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഞങ്ങളുടെ വേദിയായിട്ടുള്ള ഞങ്ങളുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള സേവ് കേരള ഫോറവും പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്നാണ്. തിലകൻ്റെ ബന്ധുവും തിലകൻ്റെ ചേട്ടനും അനിയനും ഒന്നും ആരുമല്ല, തിലകൻ്റെ ആരുമല്ല ഞാൻ. തിലകൻ ആദ്യമായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. പക്ഷേ തിലകൻ അനുഭവിക്കുന്ന ദുഃഖം എൻ്റെ കൂടി ദുഃഖമാണെന്ന് ഞാൻ സ്വാംശീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തിലകനോട് പറയുന്നു, തിലകൻ ഒറ്റയ്ക്കല്ല, തിലകൻ്റെ കൂടെ ആളുകളുണ്ട്. അതുകൊണ്ട് തിലകൻ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിന്നോളൂ.
തിലകൻ നിർഭാഗ്യവശാൽ തിലകൻ്റെ മകളെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയതിൽ നമുക്കിനിയിപ്പം അതിനോട് നീതി പുലർത്താൻ കഴിയുന്നത് അത് ചെയ്തവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ അനന്തു എന്ന് പറഞ്ഞവനും ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെന്നിരിക്കാം. ഞാൻ അവനോടും പറയുകയാണ്, അനന്തു എന്ന് പറഞ്ഞവനോടും ഞാൻ പറയുകയാണ്, ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള അനന്തുവിനോട് ഞാൻ പറയുകയാണ്, നീ ദിവസങ്ങൾ എണ്ണിക്കോളൂ, നിന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ പ്രതിജ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ എടുക്കുകയാണ്. ഞാൻ അവസാനമായി ഒന്നുകൂടി തിലകനോട് പറയുന്നു, തിലകൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്ന് വേണമെങ്കിൽ എന്നെ കരുതിക്കോ, ഞാൻ തിലകൻ്റെ കൂടെയുണ്ട്. അവസാനമായി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. തിലകൻ്റെ അച്ഛൻ വാസു ഇവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ തിലകൻ്റെ അച്ഛൻ വാസു ഇവിടെ ഉണ്ടായിരുന്നു. ആ വാസു എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ കൈ കഴുകാൻ പോയപ്പോൾ ഇടത്തോട്ട് നോക്കിയപ്പോൾ ഒരു വയോവൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഒരു കട്ടിലിൽ കിടക്കുന്നു. 90 വയസ്സിലധികം പ്രായമുള്ള ഒരു മനുഷ്യൻ, വാസു എന്നാണ് പേര്. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ നടന്ന സംഭവങ്ങളുടെ ദൃക്സാക്ഷി ആ വാസു എന്ന് പറഞ്ഞ തിലകൻ്റെ അച്ഛനായിട്ടുള്ള വയോവൃദ്ധനാണ്. അദ്ദേഹം ഈ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോയി. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. നാണം കെട്ടവന്മാരല്ലേ ഇവിടുത്തെ CPM കാരൻ. നാണമുണ്ടോ നിനക്കൊക്കെ? ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചു നിൻ്റെയൊക്കെ പാർട്ടി നേതാവ്. അത് കണ്ട പെൺകുട്ടിയുടെ മുത്തച്ഛന് ഓർമ്മ പോയടാ സഖാക്കന്മാരെ. നിങ്ങളൊക്കെ ആലോചിക്ക്, എന്ത് പാർട്ടിയാണ് നിങ്ങളിവിടെ കൊണ്ടു നടക്കുന്നത്? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് എൻ്റെ മനോവേദ കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തിലകൻ ഒറ്റയ്ക്കല്ല, തിലകനോടൊപ്പമുള്ള, തിലകന് ഞങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സമര പോരാട്ടങ്ങളിലും തിലകനോടൊപ്പം ഞാനും എൻ്റെ പ്ലാറ്റ്ഫോമായിട്ടുള്ള സേവ് കേരള ഫോറം ഉണ്ടായിരിക്കും എന്ന് ഞാൻ തിലകൻ ഉറപ്പ് നൽകുകയാണ്. തിലകന് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കുത്തിയിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനോടൊപ്പം ഞാൻ വരണമെന്നാണ് തിലകൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇനിയും ഇവിടെ വരും. എൻ്റെ ഈ വരവ് ആദ്യത്തെ വരവ് തുടക്കം കുറിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. തിലകൻ്റെ മകൾക്ക് ഈ അധോഗതി ഉണ്ടായതിൽ നമുക്കിനി പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ അത് ചെയ്തവനുണ്ടല്ലോ, അനന്തു എന്ന് പറഞ്ഞവൻ, അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനെന്തൊക്കെ ദുരിതം സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ വിഷമതകൾ സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതെല്ലാം തരണം ചെയ്ത് ഈ അനന്തു എന്ന് പറയുന്ന ഈ തിലകൻ്റെ മകൾ ആതിരയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള അവനെ നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും എന്ന് എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തിലകനോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ.